വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ന്യൂക്ലിയർ പവർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായി കമ്മീഷൻ ചെയ്യും. ലോകത്ത് തന്നെ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു കപ്പാസിറ്റി ഉള്ളൂ. അതായത് മൂന്നാമത്തെ 3 ന്യൂക്ലിയർ പവർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് ഉള്ള രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു ക്ലബിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും കടന്നു ചെന്നിരിക്കുന്നത്. ലോകത്താകെ 6 രാജ്യങ്ങൾക്കാണ് ഇങ്ങനെയുള്ള സബ്മറൈൻ ഉള്ളതായി പറയപ്പെടുന്നത്. അതിൽ തന്നെ ഓസ്ട്രേലിയക്ക് ഇതുവരെ ഇത് ലഭിച്ചിട്ടില്ല. ആൻഡ് USA ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, നൽകാമെന്ന് ഏറ്റിരിക്കുന്നത്. അവർക്ക് ഇതുവരെ ഇത് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ ഒരു ശക്തി കൈവരിക്കുന്ന ലോകത്തിലെ തന്നെ 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം സബ്മറൈനുകൾ 2 തരമുണ്ട്. ഒന്ന് ഡീസലിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവറിൽ ആണവ ശക്തിയിൽ പ്രവർത്തിക്കുന്ന സബ്മറൈനുകളുമുണ്ട്. ഇതിൽ തന്നെ ഡീസൽ ഇന്ധനമായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾക്ക് വളരെ സമയം വെള്ളത്തിനടിയിൽ ചെലവഴിക്കാൻ സാധിക്കും. ശബ്ദമില്ലാതെ തന്നെയാണ് അവയും സഞ്ചരിക്കുക. അവയെ ഡിറ്റക്ട് ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. ഡീസൽ ഇന്ധനമായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾക്ക് വെള്ളത്തിന്റെ മുകളിൽ വരേണ്ടി വരും. കാരണം എന്തെന്നാൽ ഡീസൽ എരിക്കാൻ, കത്തിക്കാൻ ഓക്സിജൻ ആവശ്യമായുണ്ട്. അതിനാൽ തന്നെ അവർ വെള്ളത്തിന് മുകളിൽ വന്ന് വേണം ഇത്തരം ഓക്സിജൻ ശേഖരണം നടത്താൻ. ആ സമയത്ത് ശത്രുവിന്റെ കണ്ണിൽ അകപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ആണവ ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾക്ക് വളരെ നാളുകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും. അവയ്ക്ക് മുകളിലേക്ക് ഉയർന്നു വരേണ്ടതായ ആവശ്യകത ഉണ്ടാകുന്നില്ല. ഇനി ഇത്തരം ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾ തന്നെ 2 തരമുണ്ട്. ആ ഒരു വേർതിരിവ് വരുന്നത് എങ്ങനെയെന്നാൽ, ഒന്നാമതായി ഇത്തരം ന്യൂക്ലിയർ ഇന്ധനമായി ഉപയോഗിക്കുന്ന സബ്മറൈനുകളിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകൾ സാധാരണ മിസൈലുകളായിരിക്കും. രണ്ടാമത്തെ തരം എന്ന് വെച്ചാൽ ഇത്തരം സബ്മറൈനുകളിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും. ഇതാണ് ഇങ്ങനെ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകളിലെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകളുണ്ട്. INS ഹരികന്ത്, INS ഹരിഘാട്ട്, INS ഹരിതമാൻ തുടങ്ങിയ സബ്മറൈനുകളെല്ലാം തന്നെ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകളാണ്. ഇതിൽ തന്നെ നമുക്കറിയാം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾ എന്ന് പറയുമ്പോൾ ഇതൊരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയാണ് നാം കണക്കാക്കി വരിക. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കരയിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നശിച്ചാൽ പോലും സെക്കൻഡ് സ്ട്രൈക്കിന് നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. കാരണം സബ്മറൈനുകളിൽ ഒളിപ്പിച്ച ആണവായുധം ഉപയോഗിച്ച് കടലിൽ നിന്ന് ഈ ന്യൂക്ലിയർ ആയുധം നമുക്കെതിരെ പ്രയോഗിച്ച ആ രാജ്യത്തെ ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കും. അതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകളിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടാനുള്ള ക്ഷമത ഉണ്ടാവുക എന്ന് വെച്ചാൽ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ നമുക്ക് ശക്തമായി തിരിച്ചടിക്കാൻ ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ സഹായിക്കും. കാരണം നമ്മുടെ വ്യോമ മേഖലയിൽ നിന്ന് നമുക്കൊരു സെക്കൻഡ് സ്ട്രൈക്ക് സാധ്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ കരയിൽ നിന്ന് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് സാധ്യമല്ലെങ്കിൽ പോലും ഈ ഒരു സബ്മറൈനുകൾ കടലിൻ്റെ ഏതു ഭാഗത്താണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റിയോട് കൂടിയാണ് ഇത്തരം സബ്മറൈനുകൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വർദ്ധിക്കുന്നു. ശത്രുവിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലായിരിക്കും. വിശാഖപട്ടണത്തിൽ നിന്ന് കടലിലേക്ക് ഊഴിയിട്ട ഒരു സബ്മറൈൻ ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ഈ ഒരു ശ്രേണിയിലേക്ക് ഇന്ത്യ കടന്നു വരിക എന്നത് നമ്മുടെ നാവികസേന വികസിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. കാരണം ചൈനയ്ക്കെതിരെ കൗണ്ടർ ചെയ്യാൻ നമുക്കിത് വളരെയധികം സഹായകരമായിരിക്കും. കാരണം ചൈന നാൾക്ക് നാൾ അവരുടെ നാവിക ശക്തി വർദ്ധിപ്പിച്ചു വരികയാണ്. അതോടൊപ്പം പാകിസ്ഥാന് ഈ ഒരു ശേഷിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൗണ്ടർ സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇപ്പോൾ ഇന്ത്യക്കാണ് പാകിസ്ഥാനെ അപേക്ഷിച്ച് കൂടുതലുള്ളത്. ഇപ്പോൾ ഈ ശ്രേണിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക US, ഫ്രാൻസ്, റഷ്യ, UK, ചൈന, പിന്നെ ഇന്ത്യ. ഓസ്ട്രേലിയക്ക് ഈ ഒരു സബ്മറൈൻ നൽകാമെന്ന് വാഗ്ദാനമുണ്ടെങ്കിലും ഇതുവരെ ഹാൻഡിങ് ഓവർ നടന്നിട്ടില്ല. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ ശ്രേണിയിൽപ്പെടുക ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി ഉള്ളൂ. ഇന്ത്യ പിന്തുടരുന്ന പോളിസി എന്തെന്നാൽ നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് ഈ അണ്വായുധ കാര്യങ്ങളിൽ ഇന്ത്യ പിന്തുടരുന്നത്. അപ്പോൾ തീർച്ചയായും സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം K4 SLB മിസൈലുകൾക്ക് 3000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. സബ്മറൈനുകളിൽ നിന്ന് തൊടുക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണിവ. ഇവ ചൈനയ്ക്കെതിരെ പ്രയോഗിച്ചുകൊണ്ട് ചൈനയുടെ ഏത് റിമോട്ട് ഏരിയയും വരെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. അതേപോലെ തന്നെ
ഇന്ത്യയുടെ K-15 SLB മിസൈലുകൾക്ക് 750 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇവ ഉപയോഗിച്ച് നമുക്ക് പാകിസ്ഥാനെ ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെ ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സബ്മറൈനുകളിൽ നിന്ന് ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാൻ വളരെ ഈസിയായി സാധിക്കും. ഇനിയും ഇന്ത്യ നിരവധി നേട്ടങ്ങൾ കൈവരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.